നീ ഇതൊക്കെ ഒന്ന് റെഡിയാക്ക്. ഞാൻ ആ പണിക്കാർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഏത് ഭാഷയില്? എടാ, ഊട്ടി में चाय और कॉफी सस्ता मिलता है क्योंकि ഊട്ടി में चाय और कॉफी का भाग है. ബാഗല്ല, സഞ്ചി. എടാ, 5ാം ക്ലാസ് നീ പഠിച്ച ഹിന്ദി അല്ല യഥാർത്ഥ ഹിന്ദി. എടാ, ഹിന്ദി എന്താണെന്ന് അറിയണമെങ്കിൽ നീ ഹിന്ദി സിനിമ എന്താണെന്ന് അറിയണം. അതിന്റെ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. ആയിക്കോട്ടെ. നീ ആദ്യം നിന്റെ സെൻസിനും സെൻസിബിലിറ്റിക്കും എന്തെങ്കിലും പറ്റിയോന്ന് നോക്ക്. ചേട്ടൻ കാണിച്ചു തരാം ഹിന്ദി തൊഴിലാളികളെ എങ്ങനെ മാനേജ് ചെയ്യും. भाई लोग तुम लोग ये हिंदी എന്തുവാണ് ये पुल्ल यहाँ से निकालो, जल्दी निकालो. भाई लोग ये पुल्ल यहाँ से निकालो, जल्दी निकालो, बाकी काम बाद में बोलेगा. അതെ. ഹലോ, എടാ എന്താണ് ഇത്? ഹിന്ദി അറിയാത്ത ഹിന്ദിക്കാരോ? ഹിന്ദിയിലെ അമ്മയ്ക്ക് ബുദ്ധിനെ ബക്കറ, ഇതേതാടാ ഭാഷ? എന്തായിരുന്നു മണിമണി പോലെ ഹിന്ദി, മണിമലപ്പള്ളിയിലെ പെരുന്നാള്, തേങ്ങാ കൊല, തീർന്നല്ലോ അഹങ്കാരം. ശവത്തെ കുത്താതറ തെണ്ടി. ഈ അലവലാദികളെ എന്ത് കുന്തം പറഞ്ഞ് മനസ്സിലാക്കൂന്ന് പറ. എല്ലാത്തിനും കാരണം ഇവരാ. ഇവരോട് ചോദിക്കും. ഞാനെന്തേ എടാ, ലോകത്തെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയുണ്ട്, ആംഗ്യ ഭാഷ. നീ അതൊന്ന് ശ്രമിച്ചോ. ഒന്ന് നോക്കിയോ. ഇനി അതായിട്ട് കുറയ്ക്കണ്ട. भाई लोग सब मुझे देखो, ये കൈക്കോട്ടി എടുത്ത് ऐसे डालो, ഇവിടെ डालो, यहाँ भी डालो, അങ്ങനെ ഫുൾ करना है. समझा? അത് തന്നെ. നീ കൊണ്ട് പൊട്ടനായിരുന്നോ? ആറ്റി കറ കറക്റ്റ്. അതാടാ നിന്റെ കൂടെ അല്ല നടപ്പ്. പൊട്ടന്റെ ഭാഷ പഠിച്ചല്ലേ പറ്റൂ. ഓ അതെ, ഇവിടെ മാത്രമല്ല. ഹേ, ഈ എടുത്ത് ആൾക്കാർ ഇവിടെ ഡാലോ. ഇതെടുത്ത് ഇവിടെ ഡാലോ. ശരി, അങ്ങനെ പൂര ഹിന്ദിക്കാരും ഒറിയക്കാരും കേരള മണ്ണിൽ പറ്റത്തില്ല. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. എന്താ സഖാവ്, എന്താ പ്രശ്നം? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് എന്താ പ്രശ്നമൊന്നും. ഈ പരിസരത്തുള്ള ഇത്രയും കർഷക തൊഴിലാളികൾ ഇവിടെ തൊഴിലില്ലാതെ നിൽക്കുമ്പോ അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്ന ഈ തൊഴിലാളി തെണ്ടികളെ ഇവിടെ പണി ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കാവേ. അവരും ഇവരെ പോലെ തൊഴിലാളികൾ തന്നെയാ. അതുകൊണ്ട് തെണ്ടികൾ എന്നൊന്നും വിളിച്ച് അധിക്ഷേപിക്കരുത്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നാണ്, അല്ലാതെ കേരളത്തിലെ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നല്ല മാർക്സ് പഠിപ്പിച്ചിട്ടുള്ളത്. മാർക്സ് അയാള് മാർക്ക് കിട്ടാൻ വേണ്ടി അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും താൻ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. അതെ, ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഞങ്ങൾക്കറിയണം. അവരോട് ഞങ്ങൾ ചോദിച്ചതല്ലേ അവർക്ക് പണിക്കിറങ്ങാൻ പറ്റുമെന്ന്. അതെ, അപ്പൊ ഇവര് പറയാ തൊഴിലുറപ്പില്ലാത്ത ദിവസങ്ങളിൽ വേണമെങ്കിൽ വരാം. പിന്നെ കാലത്ത് 10 മണിക്ക് പണി തുടങ്ങാൻ പറ്റൂന്ന്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഉറക്കം 1 മണിക്കൂർ. പിന്നെ കാലത്തെ വൈകി വരുന്നോണ്ട് വൈകിട്ട് നേരത്തെ പോണമെന്ന് എന്നൊക്കെ കണാക്കുണയന്മാര് പറഞ്ഞോണ്ടല്ലേ ഞങ്ങൾ വേറെ പണിക്കാരെ വെച്ചത്. ഓഹോ, ഒരു ഫാക്ടറിയും കുറച്ച് ഭൂമിയും കൈവശം വന്നപ്പോ സഖാക്കന്മാർക്ക് തൊഴിലാളികളുടെ അവകാശങ്ങളോട് പുച്ഛം അല്ലേ? സമരത്തിന്റെ തീജ്വാല എന്താണെന്ന് നിങ്ങൾ അറിയും. എന്റെ പൊന്നു ചേട്ടാ, ഒരു പുച്ഛവുമില്ല. ഇനിയിപ്പോ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവര് നാളെ മുതൽ വന്നോട്ടെ പണിയെടുക്കാൻ. പണിയെടുക്കാനോ? പണിയെടുക്കാനെന്ന് ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അതൊന്നും വേണ്ട. എന്നെ എന്തെങ്കിലും കൊടുത്ത് സെറ്റിൽ ചെയ്തേക്ക്. സഖാവ് എന്താ ഉദ്ദേശിച്ചത്? ഇവർക്ക് ചായ കുടിക്കാനായിട്ട് ഒരു 3000 രൂപ കൊടുത്തേക്ക്. 3000 രൂപയോ? എന്താ 3000 കേട്ടിട്ടില്ലേ? കൊടുത്തേക്ക്. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കാം. നടക്കില്ല സഖാവ്. അധ്വാനിക്കാതെ കാശുണ്ടാക്കാനാണെങ്കിൽ 5 പൈസ ഞാൻ തരില്ല. ആർക്കെങ്കിലും പണിയെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പണിയെടുക്കാം. അതല്ല യൂണിയൻ ഓഫീസിലിരുന്ന ക്യാരംസും കളിച്ച് വൈകുന്നേരം കാശ് വാങ്ങിക്കാൻ വരാനാണ് പരിപാടിയെങ്കിൽ നടക്കില്ല. ഹലോ, ഒന്ന് നിന്നേ. സഖാവിന്റെ അന്തിമ തീരുമാനമാണ്. ആണെങ്കിൽ ഖേദിക്കേണ്ടി വരും. ഭീഷണിയാണോ? ആണെങ്കിൽ വഴിന്ന് മാറി. Oh
ഇനി നീ ഇവിടെ ഉണ്ടാക്കണത് എനിക്കൊന്ന് കാണണം. തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം, തൊഴിലാളി സമരം, തൊഴിലാളി ഐക്യം, തൊഴിലാളി സമരം, തൊഴിലാളി സമരം. നീക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ടോടാ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും സമാനമായിട്ട് പറഞ്ഞു തീർക്കാം. എന്താ സഖവേ മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ എന്താ ഇപ്പൊ ഈ സാധനം? അത് ഇത്രയും കാലമായിട്ട് അറിയില്ലേ? ഇല്ല. ഈ ബാലരമ കളിക്കൊടുക്കാന്ന് കേട്ടിട്ടുണ്ടോ? അമ്മാതിരി എന്തോ ബുക്കായിരിക്കും. ഓ അത് ശരി. അല്ല നമ്മള് കുത്തിയ കൊടിയെടുക്കണ്ടേ? അവന് പ്രാന്തളക്കി നിൽക്കുകയാണ്. ഇപ്പോഴെന്ന് ചെന്ന് കയറി കൊടുക്കരുത്. രാത്രി അങ്ങനെ വന്നെടുക്കാം. For more updates, like, comment, subscribe to our channel. Hey darlings, గంటని click చేయడం మర్చిపోకండి.